എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SCERT പാഠപുസ്തകങ്ങളിൽ നിന്നും കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1864. 1864 സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭു. മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളായിരുന്നു. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നത്. ഫത്ഹുൽ മുബീൻ വ്യക്തമായ വിജയം 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ അറബി കാവ്യം രചിച്ചത് ഖാസി മുഹമ്മദ്. വ്യക്തമായ വിജയം എന്നർത്ഥം വരുന്ന ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യം 16-ാം നൂറ്റാണ്ടിൽ രചിച്ചത് ഖാസി മുഹമ്മദ്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എപ്പിഗ്രാഫി. എപ്പിഗ്രാഫി എന്നാണ് ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞ EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാളാണ് കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായിരുന്നത് EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാളായിരുന്നു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി. പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏതു പേരിലാണ്? സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി. സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെയായിരുന്നു ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നത്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു സിദ്ധുവും കാനുവും. അവരെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002. ബംഗാൾ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനത സാന്താൾമാർ. സാന്താൾമാരായിരുന്നു ബംഗാൾ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനത. മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന മലബാർ സ്പെഷ്യൽ പോലീസ്. മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനയായിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസ്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് HV കനോലി.
HV കനോലിയായിരുന്നു മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? 63%. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ ആയിരുന്നത്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്? കാസർഗോഡ്, ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് താലൂക്കുകളായിരുന്നു മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി. പ്രകാശം. ടി. പ്രകാശമായിരുന്നു 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ടി. പ്രകാശം. ടി. പ്രകാശമാണ് ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ചത് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതകൾ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. അക്കാമ ചെറിയാനും ആനി മസ്ക്രീനുമായിരുന്നു തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതകൾ. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയായിരുന്നു മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റായിരുന്നത് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റായിരുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ച വർഷം 1891. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ച വർഷമായിരുന്നു 1891. ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച്
ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹിമാൻ. മുഹമ്മദ് അബ്ദുറഹിമാനായിരുന്നു 1930 കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ നേതൃത്വം നൽകിയത്. 1930 പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു 1930 പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. 1916 പാലക്കാട് വെച്ചായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത്. അതിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആയിരുന്നു. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള. വി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ്? അരുവിപ്പുറം ക്ഷേത്രം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനായിരുന്നു ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് സഹോദരൻ അയ്യപ്പൻ. സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. അർണോസ് പാതിരിയായിരുന്നു മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത്. മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആയിരുന്നു മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ബ്രിട്ടീഷുകാരനായ എച്ച് വി കനോലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം
നിലമ്പൂർ. ബ്രിട്ടീഷുകാരനായ HV കനോലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1914. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. 1865 തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആണ്? ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെ. 1861 ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. പഴശ്ശിരാജാവ്, ടിപ്പു സുൽത്താൻ, നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരൻ ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി ആയിരുന്നു പഴശ്ശിരാജാവ്, ടിപ്പു സുൽത്താൻ, നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരൻ. പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് പഴശ്ശിരാജ. പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ പരാമർശിക്കുന്ന രാജാവാണ് പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം. ഗറില്ല യുദ്ധമുറയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കറായിരുന്നു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? 18-ാം നൂറ്റാണ്ടോടെ. 18-ാം നൂറ്റാണ്ടോടെയായിരുന്നു കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാൻ ഇടയാക്കിയ സന്ധി ശ്രീരംഗപട്ടണം സന്ധി. 1792 ശ്രീരംഗപട്ടണം സന്ധിയായിരുന്നു മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാൻ ഇടയാക്കിയ സന്ധി. വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആയിരുന്നു വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു അൽ ഹിലാൽ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ബംഗാളി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയായിരുന്നു ബംഗാളി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെതാണ്. അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെയായിരുന്നു? കൊൽക്കത്ത. കൊൽക്കത്തയിലായിരുന്നു അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആയിരുന്നു മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത്.
ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവേദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലി. ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവേദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലി. ഓരോ സമയമേഖലയിലും എത്ര രേഖാംശ വ്യത്യാസമാണുള്ളത്? 15 ഡിഗ്രി രേഖാംശ വ്യാപ്തി. ഓരോ സമയമേഖലയിലും 15 ഡിഗ്രി രേഖാംശ വ്യത്യാസമാണ് ഉള്ളത്. എത്ര ദിവസങ്ങളാണ് അധിവർഷത്തിൽ ഉള്ളത്? 366 ദിവസങ്ങളാണ് ഒരു അധിവർഷത്തിൽ ഉള്ളത്. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ എത്ര സമയമേഖലകൾ ടൈം സോൺസ് ആയി തിരിച്ചിട്ടുണ്ട്? 24. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 24 ടൈം സോൺസ് സമയമേഖലകളിലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST രേഖാംശത്തിൽ എത്രയാണ്? 82.5 ഡിഗ്രി കിഴക്ക്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയ രേഖാംശം 82.5 ഡിഗ്രി കിഴക്ക്. ഇത് ഏകീകൃത സാർവത്രിക സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം രേഖാംശം 82.5 ഡിഗ്രി കിഴക്ക്. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അറ്റത്തുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകദേശ രേഖാംശ വ്യത്യാസം എത്രയാണ്? ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസം. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അറ്റത്തുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം ഏകദേശം 30 ഡിഗ്രി രേഖാംശമാണ്. ഓരോ ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിനും ആനുപാതികമായ സമയവ്യത്യാസം എത്രയാണ്? 4 മിനിറ്റ്. ഓരോ ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിനും ആനുപാതികമായ സമയവ്യത്യാസം എത്രയാണ്? 4 മിനിറ്റാണ്. ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ എത്ര സമയം വേണം? 1 മണിക്കൂർ. ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ സമയമാണ് വേണ്ടത്. 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 4 മിനിറ്റ്. 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് വേണ്ടത് 4 മിനിറ്റാണ്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ഗ്രീഷ്മകാലം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലമാണ്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? വസന്തകാലം. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? വസന്തകാലം. ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം. ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? അറോറ ഓസ്ട്രാലിസ്. ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേരാണ് അറോറ ഓസ്ട്രാലിസ്. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര് അറോറ ബോറിയാലിസ്. അറോറ ബോറിയാലിസ് എന്നാണ് ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര്. ധ്രുവപ്രദേശങ്ങളിൽ ശൈത്യകാലങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസം ഏതാണ്? ധ്രുവദീപ്തി. ധ്രുവപ്രദേശങ്ങളിൽ ശൈത്യകാലങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഏകദേശം 27 ദിവസങ്ങൾ. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന ഏകദേശ സമയമാണ് 27 ദിവസം. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസമാണ് ജൂൺ 21. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് വിഷുവങ്ങൾ. 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് വിഷുവങ്ങൾ എന്നാണ്. ഭൂമധ്യരേഖയിൽ
സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങൾ. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്ററാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ശുക്രൻ, യുറാനസ്. ശുക്രനും യുറാനസുമാണ് സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ജന്തർ മന്തർ. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമായിരുന്നു ജന്തർ മന്തർ. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും ഏതാണ്? ജയ്പൂരിലെ ജന്തർ മന്തർ. ജയ്പൂരിലെ ജന്തർ മന്തറാണ് ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും. ജയ്പൂരിലെ ജന്തർ മന്തർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമായിരുന്നു? 2010. ജയ്പൂരിലെ ജന്തർ മന്തർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2010 പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന മൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന മൂലകങ്ങൾ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ലഭിക്കുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡുകൾ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ലഭിക്കുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിൻ്റെ ശരാശരി എത്ര ശതമാനമാണ് പ്രോട്ടീൻ? 20%. ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരഭാരത്തിൻ്റെ ശരാശരി 20% പ്രോട്ടീൻ ഉള്ളത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.